ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ സിമ്പിൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്, എങ്കിലും അറിയാത്തവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് എങ്ങനെ പേ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, എല്ലാവരും ഷോപ്പിൽ എവിടെ പോയാലും QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ക്യാഷ് അയക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫോണിലും ഒരുവിധം എല്ലാ UPI ആപ്സും ഉണ്ടായിരിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ, അല്ലെങ്കിൽ ആമസോൺ പേ, Paytm. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ആമസോൺ പേ UPI വെച്ചിട്ട് ആമസോൺ പേ UPI എങ്ങനെ സെറ്റ് ചെയ്യുന്നത് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അത് നോക്കാം. അപ്പോൾ എനിവേ, നമ്മൾ ഈ ആമസോൺ പേ UPI ക്ലിക്ക് ചെയ്യുക. സ്കാൻ എനി QR, ഈ മണി ട്രാൻസ്ഫറിന് താഴെ സ്കാൻ എനി QR എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഇങ്ങനെയായിരിക്കും ഒരുവിധം QR കോഡ് എല്ലായിടത്തും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്കാൻ QR കോഡ് കൊടുക്കുക. അപ്പോൾ വരുന്ന QR സ്കാൻ ചെയ്യും. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. ഇവിടെ നമുക്ക് എത്രയാണോ എമൗണ്ട് അത് ടൈപ്പ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ UPI പിൻ അടിക്കുക എന്നുള്ളൊരു വിൻഡോ വരിക. അത് സ്ക്രീൻ ഷെയറിങ് ഓൺ ആയതുകൊണ്ട് ആ ഒരു UPI പിൻ സ്ക്രീൻ കാണിക്കാൻ പറ്റില്ല. വൺസ് നമ്മൾ പിൻ അടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡൺ ആണ്, സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇപ്പോഴും ഇത് അറിയാത്ത കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എവിടെ പോയാലും ഫോൺ എടുക്കുക, QR സ്കാൻ ചെയ്യുക, പേ ചെയ്യുക. താങ്ക് യു.